വിവാഹ പന്തലിൽ നിന്ന് കരഞ്ഞോണ്ട് എനിക്ക് ഇറങ്ങേണ്ടി വന്നത് നീ ഒറ്റ കാരണമല്ലേ? ഞാൻ എന്താ ശ്രേയജി ചെയ്തത്? ഈ വിവാഹം ഞാൻ പറഞ്ഞിട്ട് നടന്നതാണോ? മഹേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? എന്നെ വിവാഹം കഴിക്കാൻ ഞാൻ മഹേട്ടനോട് ആവശ്യപ്പെട്ടോ? നീ ആവശ്യപ്പെട്ടില്ലെങ്കിലും നീ അത് ആഗ്രഹിച്ചു ഇല്ലെന്ന് നിനക്ക് പറയാമോ? നീ എന്താ മിണ്ടാത്തെ? മഹിയോടൊപ്പമുള്ള ജീവിതം നീ ആഗ്രഹിച്ചിട്ടില്ലേ? കണ്ടോ അവളൊന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടോ? എല്ലാം ഇവളുടെ മുത്തശ്ശിയുടെ നാടകം. രണ്ടുപേരും കൂടി നാടകം കളിച്ചതല്ല. എന്നെ എന്റെ മോളെ അപമാനിച്ച് നാണം കെടുത്തി. അതിനൊത്താശ ചെയ്യുന്ന ഒരു മുത്തശ്ശി, കൂടെ അഭിനയിക്കാൻ ഒരു കൊച്ചുമോളും. നിർത്ത. മതി പറഞ്ഞത്. കുറെ നേരമായിട്ട് ഞാൻ കേട്ട് സഹിക്കുന്നു. ഞാൻ എന്ത് ചെയ്തെന്നാ? എന്തിനാ ഞാൻ ഒത്താശ ചെയ്തത്? എല്ലാത്തിനും കാരണം മഹിയാ, മഹി മാത്രം. ഇപ്പൊ നിനക്ക് സമാധാനമായോ മഹി? എന്നെയും ഗംഗയും ഈ അപമാനിച്ചത് മുഴുവൻ നീ കേട്ടു നിന്നില്ലേ? നീ എന്തിനാ ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടിയത്? കൈലാസത്തിലുള്ളതുപോലെ സ്വത്തും പണവും ഇല്ലെന്നേ ഉള്ളൂ. ആത്മാഭിമാനം ഉള്ളവർ തന്നെയാ ഞാനും ഗംഗയും എല്ലാം. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. കൂടുതലായി ഒന്നും ആരോടും എനിക്ക് പറയാനില്ല. അതെ, എന്തിനാ വീണ്ടും വീണ്ടും ഈ പഴയ കാര്യങ്ങൾ പറയുന്നേ? അമ്മേ, ഇത് നമുക്കുള്ള അവസരം. ഈ അവസരം നന്നായിട്ട് വിനിയോഗിച്ചാൽ അത് നമുക്ക് നേട്ടമുണ്ടാക്കാം. നീ പറഞ്ഞത് ശരിയാ. നമുക്കൊരു കളി കളിക്കാം. എല്ലാവരും കൂടി മഹിയെ കുറ്റപ്പെടുത്തണ്ട. അവന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാ അവൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. മഹി വിവാഹത്തിന് തയ്യാറായത് മാളുവിന് വേണ്ടിയാ. മാളുവിന്റെ സന്തോഷം മാത്രമായിരുന്നു അവന്റെ ലക്ഷ്യം. അതറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഗംഗ മാളുവിനെ കൊണ്ട് ഓരോന്നും പറയിപ്പിച്ചത്. മകളുടെ സന്തോഷം ആഗ്രഹിച്ച മഹി ഗംഗയെ സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചു. ഇപ്പൊ ഇവിടെ സംഭവിച്ചതിന് ഒരർത്ഥത്തിൽ കാരണക്കാരി ജാനകിയമ്മയാണ്. പ്രായപൂർത്തിയായ പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തേണ്ട കാര്യം എന്തായിരുന്നു? അപ്പൊ എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? നകുലെന്ന പുകമറ സൃഷ്ടിച്ച് മഹിയെ സ്വന്തമാക്കുക എന്നല്ലായിരുന്നോ? ദേവയാനി, അനാവശ്യം പറയരുത്. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഈ ലക്ഷ്യം വെച്ച് തന്നെയാ നിങ്ങൾ കൊച്ചുമോളെ വളർത്തിയത്. ചെറുപ്രായത്തിൽ തൊട്ട് മഹി എന്ന സ്വപ്നം ഗംഗയുടെ മനസ്സിൽ ഇട്ടുകൊടുത്ത് അവളുടെ മനസ്സിൽ തെറ്റായ ഒരു ചിന്തയുണ്ടാക്കിയത് നിങ്ങൾ ഒരാള് തന്നെയാ. ആന്റി, ശ്രീ മഹേശ്വരനോർത്ത് ഇങ്ങനൊന്നും പറയരുത്. എന്റെ പേരിൽ ആരും വഴക്കിടരുത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ മഹി ആഗ്രഹിക്കുന്നെന്ന് നിന്റെ മുത്തശ്ശിക്ക് അറിയായിരുന്നില്ലേ? അത് എന്താ ഇല്ലേ? നിന്റെ ശ്രീ മഹേശ്വരനെ തൊട്ട് നിനക്ക് സത്യം ചെയ്യാവോ നീ മഹി ആഗ്രഹിച്ചില്ലെന്ന്? അത് നിന്റെ മുത്തശ്ശിക്ക് അറിയില്ലായിരുന്നെന്ന്? കണ്ടോ കണ്ടോ അവള് പരിങ്ങുന്ന കണ്ടോ? അതിനർത്ഥം എന്താ? അതെ, എനിക്ക് ഈ സംഭവിച്ചതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഇവരുടെ മുത്തശ്ശിക്കും ഉണ്ട്. അതെ, എന്നിട്ടൊന്നും അറിയാത്ത പോലെ നാടകം കളിച്ചു. എന്നിട്ട് എല്ലാ കുറ്റവും മഹിയുടെ തലയിൽ കെട്ടിവെച്ച് നല്ലവരാകാൻ ശ്രമിക്കുന്നു. ദേവയാനി, ഇനി ഒരക്ഷരം നീ മിണ്ടരുത്.
കിട്ടിയ നിങ്ങൾ എന്ത് ചെയ്യും? എന്നെ തല്ലുവോ? നിങ്ങൾക്ക് വേണ്ടത് ഈ കൈലാസത്തിലെ സ്വത്തുക്കളായിരുന്നെങ്കിൽ ഒരു വാക്ക് പറഞ്ഞ പോരായിരുന്നോ? തരില്ലായിരുന്നോ? അല്ലാതെ കൊച്ചുമകളെ കൊണ്ട് കൈലാസത്തിലെ പയ്യനെ വശീകരിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. അയ്യോ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. മുത്തശ്ശി, മോനെ മഹി, നീ ഇത് കണ്ടില്ലേ? നിനക്ക് വേണ്ടി സംസാരിച്ചതിനാ അവരെന്നെ തല്ലിയത്. ഇത് വലിയ കഷ്ടമായിപ്പോയി. ഈ കൈലാസത്തിലെ രാജ്ഞിയല്ലേ നാത്തൂൻ? ആ നാത്തൂനെ തല്ലാൻ മാത്രം അഹങ്കാരം അവർക്ക് എങ്ങനെയുണ്ടായി? അതും ഈ കുടുംബത്തിന്റെ ഔദാര്യത്തിൽ കഴിഞ്ഞോണ്ട്. എല്ലാത്തിനും കാരണം ഇവളാ. ഇനി കൈലാസം ഭരിക്കുന്നത് ഇവളാവോന്ന് അവർക്കറിയാം. അതോ അവരിങ്ങനെയൊക്കെ കാണിച്ചത്? അയ്യോ, അങ്ങനെയൊന്നും പറയരുത് മുത്തശ്ശി. അപ്പോഴത്തെ വിഷമത്തിൽ അറിയാതെ ചെയ്തു പോയതാ. നിർത്ത. നിന്റെ മുത്തശ്ശി ചെയ്ത് ഒട്ടും ശരിയായില്ല. മോനെ വേണ്ട. അല്ലച്ച, പറയണം. അവരെന്താ കരുതിയത്? എനിക്ക് വലുത് എന്റെ അമ്മ തന്നെയാ. ആ അമ്മയെ ബഹുമാനിക്കാത്ത ആരും ഈ വീട്ടിലുണ്ടാവില്ല. അതിന് ഗംഗയായ പോലും. മഹേട്ടൻ, ഞാൻ മിണ്ടരുത് നീ. നിന്റെ മുത്തശ്ശി അമ്മയോട് ഇത്രയൊക്കെ പറഞ്ഞപ്പോ എവിടെയായിരുന്നു നിന്റെ നാവ്? എന്നിട്ട് നീ അവരെ എന്തിനാ ന്യായീകരിക്കാൻ നോക്കുന്നത്? മഹി, ജാനകിയമ്മ പറഞ്ഞത് ശരിയല്ലേ? നീ എന്തിനാ ഗംഗ വേദനിപ്പിക്കുന്നത്? ഒന്നാമത് അവൾ ആകെ തകർന്നിരിക്കുവാണ്. അതെ അച്ഛാ, ഗംഗ വഴക്ക് പറയരുത്. നീ വിഷമിക്കാതെ ഗംഗേ. മഹിയേട്ടന്റെ മാനസികാവസ്ഥ കൂടി നീ ഒന്ന് ഓർക്ക്. ആ ടെൻഷനിൽ എന്തോ പറഞ്ഞു പോയതാ. എന്റെ ശ്രീ മഹേശ്വര, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന മഹേട്ടൻ ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നോട് ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞതില് എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നോ ഭഗവാനെ? മഹേട്ടന്റെ അമ്മ പറഞ്ഞതെല്ലാം കേട്ടിട്ട് മഹേട്ടനെ എതിർത്തൊന്നും പറഞ്ഞില്ലല്ലോ. മുത്തശ്ശിയുടെ സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെയല്ലേ പ്രതികരിക്കുള്ളൂ. ഞാനത് പറഞ്ഞതിനല്ലേ എന്നോട് ദേഷ്യപ്പെട്ടത്? എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ വഴക്ക് പറഞ്ഞത്. ഈ ജീവിതത്തില് ഇനി ഞാൻ എന്തെല്ലാം അനുഭവിക്കേണ്ടി വരും? മുത്തശ്ശി എവിടുന്ന് പോയി? എനിക്കിനി ആരുമില്ല. മഹേട്ടന് എന്നോടുള്ള സ്നേഹം നഷ്ടപ്പെട്ട ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്ന എന്തിനാ? അരുത്,
അരുത് ഗംഗേ, നീ അങ്ങനെ ചിന്തിക്കരുത്. മഹിയേട്ടൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതല്ലേ, നീ അതൊന്നും കാര്യമാക്കണ്ട. മഹേട്ടനെ ആഗ്രഹിച്ചിരുന്നെങ്കിലും മാളുവിന്റെ അമ്മയാവാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും നകുലിനെ കല്യാണം കഴിക്കാനാണ് എന്റെ വിധിയെന്ന് കരുതി ആ ജീവിതം ജീവിക്കാൻ തയ്യാറായപ്പോഴാ മഹേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ആ സമയത്ത് ഞാൻ മഹേട്ടനെ എന്തൊക്കെയോ പറഞ്ഞെങ്കിലും ഒരു നിമിഷം കൊണ്ട് എന്റെ മനസ്സിലെ എല്ലാ ഭാരങ്ങളും ദുഃഖങ്ങളും മാറിപ്പോയതുപോലെ എനിക്ക് തോന്നിയത്. ഞാനിപ്പോ മഹേട്ടന്റെ ഭാര്യയാ, മാളുവിന്റെ അമ്മയാ. അതെ ഗംഗേ, നീ ഇപ്പൊ മഹിയേട്ടന്റെ ഭാര്യയാ, മാളുവിന്റെ അമ്മയാ. നിന്റെ മുന്നിലുള്ളത് ആരും കൊതിക്കുന്ന ഒരു ജീവിത, അത് നീ ആസ്വദിച്ച് ജീവിക്കാനുള്ളതാ, അല്ലാതെ വിഷമിച്ച് കരഞ്ഞു തീർക്കാനുള്ളതല്ല. ശ്രീ മഹേശ്വര, മഹേട്ടൻ എന്നെ വെറുക്കല്ലേ, മാളുവിന് എന്നോടുള്ള സ്നേഹം നഷ്ടപ്പെടല്ലേ. എനിക്ക് ശ്രീ മഹേശ്വരനോടല്ലാതെ ഇതൊന്നും പറയാൻ ആരുമില്ല. എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോ പറയാനുണ്ടായിരുന്നത് മുത്തശ്ശിയോടാ. ആ മുത്തശ്ശിക്കും ഇപ്പൊ എന്നോട് വെറുപ്പായിരിക്കും. എനിക്കിനി ആരുണ്ട്? ശ്രീ മഹേശ്വര, നിന്നെ സ്നേഹിക്കുന്ന ആരും നിന്നെ വിട്ടു പോവില്ല ഗംഗെ. അവരെയെല്ലാം ഞാൻ നിന്നിലേക്ക് എത്തിക്കും. നിന്റെ മനസ്സ് വിഷമിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്കും മഹിയേട്ടനും മാളുവിനും കാവലായി എന്നും ഞാനുണ്ടാവും. നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ ഞാൻ തടയും. നിങ്ങൾക്ക് ഞാനുണ്ട്. കുറച്ചുകൂടെ ഭംഗിയാവാനുണ്ട്. സിനിമയിലൊക്കെ കാണുന്നതിനേക്കാൾ നന്നാവണം. ഇത് നല്ലതാ മാളു. ആണോ? അച്ഛനും ഗംഗ ഇത് കാണുമ്പോ ഹാപ്പി ആവോ? ആകും. നിങ്ങൾ എന്താ ഇവിടെ കാണിച്ചു വെക്കുന്നേ? നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ സീമേ? ഞാൻ മാള് പറഞ്ഞിട്ടാ ഇതൊക്കെ ചെയ്തത്. അവള് കൊച്ചല്ലേ, അവള് വിവരമില്ലാതെ എന്തെങ്കിലും പറയുന്ന കേട്ട് സീമ അതിനൊപ്പം തുള്ളാമോ? വിവരമില്ലാത്ത ശ്രേയക്കാം. സീമ ഞാൻ പറഞ്ഞിട്ടാ ഇതൊക്കെ ചെയ്തത്. ഇതെന്റെ അച്ഛനും ഗംഗയ്ക്കും ഉറങ്ങാനുള്ള സ്ഥലമാ. കല്യാണം കഴിഞ്ഞാലേ ഇങ്ങനെ പൂക്കളൊക്കെ അലങ്കരിച്ച സ്ഥലത്താ ഉറങ്ങുന്നത്. സീമ പോയി പാലെടുത്ത് ഗംഗയുടെ കയ്യിൽ കൊടുത്തു വിട്, അച്ഛനിപ്പോ വരും. എന്തിനാ പാലൊക്കെ? ശ്രേയക്കാണ് വിവരം ഇല്ലാത്തതെന്ന് ഇപ്പൊ ഉറപ്പായില്ലേ? കല്യാണം കഴിഞ്ഞാ അങ്ങനെയൊക്കെയാ. പാല് കൊണ്ടുവേണം കല്യാണ പെണ്ണ് മുറിയിലേക്ക് വരാൻ. ഇതൊക്കെ നിന്നോടാരാ പറഞ്ഞെന്ന്? ആ ഗംഗയാണോ? ഇതൊക്കെ എല്ലാ സീരിയലും സിനിമയിലും ഒക്കെ ഉണ്ടല്ലോ. അയ്യേ, ശ്രേയ ഇതൊക്കെ എപ്പോഴും ഇരുന്ന് കാണുന്നുണ്ടല്ലോ. എന്നിട്ട് ഇതൊന്നും അറിയില്ലേ? അയ്യേ, ശ്രേയ മണ്ടിയാണേ, ശ്രേയ മണ്ടിയാണേ. ഞാൻ മണ്ടിയാണോ അല്ലേന്ന് നിന്നെയൊക്കെ കാണിച്ചു തരാടി. നിന്റെ ഈ സന്തോഷം ഞാൻ തല്ലിക്കെടുത്തില്ലെങ്കിൽ നീ നോക്കിക്കോ.
നമ്മൾ എപ്പോഴൊക്കെ ആഗ്രഹിച്ച കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും. ആ സമയത്ത് അത് നല്ലതാണോ, നമുക്ക് വേണ്ടതായിരുന്നോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അത് ഗംഗ പറഞ്ഞത് വളരെ ശരിയാ. എനിക്കും അതങ്ങനെയാന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് വെച്ചാ മഹേട്ടൻ എന്നോട് നല്ല ദേഷ്യ. മുത്തശ്ശിയുടെ പേരില് പ്രശ്നം ഉണ്ടായപ്പോ മഹേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞ കണ്ടില്ലേ? അതൊക്കെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതല്ലേ, അല്ലാതെ മൈസാർ അതൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതായിരിക്കില്ല. അല്ലെങ്കിൽ അത്രയും ആളുകളെ വിളിച്ചുകൂട്ടിയ കല്യാണത്തിന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് മൈസാർ ആള് മാറി താലി കെട്ടുവോ? ഇനി അതും പോട്ടെ, ആ മാളൂട്ടി ഗംഗയെ സാറ് കല്യാണം കഴിച്ചതില് എന്തുമാത്രം ഹാപ്പിയാണെന്നറിയോ? ആ കൊച്ചും ഞാനും ചേർന്നാ നിങ്ങൾക്കുള്ള മണിയറ ഒരുക്കിയത്. അത് ചോദ്യം ചെയ്യാമെന്ന ശ്രേയ മേഡത്തെ മാളു കളിയാക്കി ഓടിക്കുകയും ചെയ്തു. അത്ര പ്രതീക്ഷയുടെ മാളു ഇരിക്കുന്നേ. അപ്പൊ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ഗംഗ പോകാതിരുന്ന എല്ലാരും വിഷമിക്കില്ലേ? ദാ, ഈ പാല് പിടിക്ക്, എന്നിട്ട് അങ്ങോട്ട് ചെല്ല്. ഞാൻ മണിയറെ കൊണ്ടുവന്ന് ആക്കണം. അയ്യടാ, പെണ്ണിന്റെ ഒരു നാണം കണ്ടില്ലേ? ഒന്ന് പോ ചേച്ചി. ശരി, ഞാൻ വരുന്നില്ല. പിന്നെ ചെല്ലേ. ഗംഗ പാലുമായിട്ട് മഹിയുടെ മുറിയിലേക്ക് പോവാണോ? ശരിയാ. താലി കെട്ടിയ സ്ഥിതിക്ക് ഇനി നീയാ മഹിയുടെ ഭാര്യ. ഞങ്ങൾ ആരെല്ലാം ഇനി അതിനെ എതിർത്തിട്ടും ഒരു കാര്യവുമില്ല. ശരിയായ മുഹൂർത്തത്തിൽ അഗ്നിസാക്ഷിയായി മംഗല്യസൂത്രം അവൻ നിന്റെ കഴുത്തിൽ കെട്ടിത്തന്നതാ. ഇനി നീ മഹിയുടെ ഭാര്യ. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. അതെല്ലാം ഈശ്വര നിശ്ചയമാണെന്ന് കരുതി അംഗീകരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം നന്നായി പോകുന്നതിനെക്കുറിച്ചാ ഞാൻ ചിന്തിക്കുന്നത്. ശ്രേയയുടെയും മഹിയുടെയും ജാതകം നോക്കിയാ വിവാഹം നിശ്ചയിച്ചത്. അതുപോലെ ഗംഗയുടെയും നകുലിന്റെയും ജാതകങ്ങളിലെ പൊരുത്തവും നോക്കി. പക്ഷേ മഹിയുടെയും ഗംഗയുടെയും ജാതക പൊരുത്തം നോക്കിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിച്ചാ അതിനെന്തെങ്കിലും ദോഷമുണ്ടോന്ന് നമുക്കറിയില്ല. ഗംഗയെ ഭയപ്പെടുത്താൻ പറഞ്ഞതല്ല ഞാൻ. വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അതൊന്നും നോക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എങ്കിലും ജാതകപ്പൊരുത്തം നോക്കി ശാന്തി മുഹൂർത്തെങ്കിലും ദോഷമില്ലാത്തൊരു ദിവസത്തിലേക്ക് ആക്കുന്നതാവും നല്ലത്. ഞാൻ അത് എങ്ങനെയാ? ഗംഗ ഒന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. നമുക്ക് നാളെ രാവിലെ തന്നെ പോയി ഒരു ജ്യോത്സ്യനെ കാണണം. നിന്റെയും മഹിയുടെയും നാൾപ്പൊരുത്തം നോക്കി ജ്യോത്സ്യൻ ശാന്തി മുഹൂർത്തം കുറിച്ചു തരും. അതുകൊണ്ട് ഇന്ന് നീ മഹിയുടെ മുറിയിലേക്ക് പോകാതെ മാളുവിന്റെ മുറിയിൽ പോയി കിടന്നോളൂ. പിന്നെ മഹിയോട് ഇക്കാര്യം പറയരുത്. പിന്നെ വേറൊന്നും കൊണ്ടല്ല, അവൻ ഇതിലൊന്നും വലിയ വിശ്വാസമില്ല. ഇനി ഗംഗ ഇതിനെക്കുറിച്ച് എത്ര കാര്യമായിട്ട് പറഞ്ഞാലും മഹി അത് അംഗീകരിക്കത്തുമില്ല. അതുകൊണ്ട് അവനോട് പറയാതിരിക്കുന്നതാ നല്ലത്. നിനക്ക് ഈശ്വരവിശ്വാസമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാവൂല്ലോ. ശാന്തി മുഹൂർത്തം തെറ്റായ സമയത്ത് നടന്ന ആ ദാമ്പത്യം പരാജയപ്പെടും. മഹിയുടെ ജീവിതത്തിൽ ഇനി അങ്ങനെ ഉണ്ടാവരുത്. അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. ഇത് നിന്റെയും ജീവിതമാണ്,
ഇനിയുള്ള കാലം നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. അതിനുവേണ്ടിയാ ഞാനിത് പറയുന്നത്. എനിക്ക് മനസ്സിലായി. മിടുക്കി. എന്നാ പാല് നീ കുടിച്ചോ, എന്നിട്ട് മാളുവിന്റെ മുറിയിലേക്ക് പോയിക്കോ. പിന്നെ മാളുവിനോട് ഇതൊന്നും പറയണ്ട കേട്ടോ. ശരി, ഞാനിത് അടുക്കളയിൽ കൊണ്ടുപോയി തിരിച്ചു വെച്ചോളാം.